അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എന്തൊക്കെ പിന്നെ വിശേഷം? വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മളെ രോഗങ്ങളും നമ്മളെ രോഗം എന്ന് വെച്ചാൽ എൻ്റെ കേട്ടോ, കുടുംബത്തിലുള്ള എനിക്ക് അൽഹംദുലില്ലാ ഒരു രോഗമല്ല, ഒരു കുഴപ്പമില്ല. എനിക്കും കാക്കൂനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അൻസത്തിൻ്റെ കാര്യം, കാക്കൂൻ്റെ ഉമ്മാൻ്റെ കാര്യം, അതൊക്കെയാണ് ഇപ്പോൾ വലിയ മനസ്സിലേക്ക് വലിയ ഇടങ്ങാറായിട്ട് നിൽക്കുന്നത്. കാരണം നമുക്ക് നമ്മളെ ചുറ്റിപ്പറ്റി, എനിക്കങ്ങനെയാണ്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും അങ്ങനെ രോഗമാണെന്ന് കണ്ടെന്ന് അത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ പകൽ മാന്യന്മാരുണ്ട്, പകൽ മാന്യന്മാർ, അത് എനിക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാനത് പറഞ്ഞിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ മുഴുവനായിട്ടുള്ളത് ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ എന്നിട്ട് പറയുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ലൈവിൽ ഞാൻ പറയുന്ന വ്യക്തി ലൈവിൽ വരാതെ ഞാൻ ഇടുന്ന ലൈവിൻ്റെ മുകളിൽ നിന്ന് വാച്ചിങ്ങിലിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ ദിവസം സീനാസ് മീഡിയ എന്ന് പറയുന്ന സീനാസ് എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണ്. ആ കുട്ടിയുടെ ലൈവിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി വേണ്ടാത്ത മെസ്സേജ് ഇടുക, ഇവിടെ വന്നിട്ട് എന്നോട് അവളെ കുറ്റം പറയാം, അങ്ങനെ തമ്മിലടിപ്പിക്കണ പ്രവൃത്തി. അപ്പോൾ വലിയ ഹാലിമിൻ്റെ കുടുംബത്തിൽ പെട്ടതാണെന്നൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ അതേമാതിരി വാഗ്ദാനങ്ങളുടെ പെരുമഴ. അപ്പോൾ ഹാലിമേ, എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ, കുറച്ച് ആലോചിച്ചിട്ട് കല്ല് നിൽക്കണില്ല, അതുകൊണ്ട് പറയണ, നിൻ്റെ വാഗ്ദാനം ഇവിടെ ആവശ്യമില്ല. സീനാസിനും ആവശ്യമില്ല, എനിക്കും ആവശ്യമില്ല. സീനാസ് എന്താണെന്ന് ശരിക്കും എനിക്കറിയാം, ഞാൻ എന്താണെന്ന് സീനാസിനും അറിയാം, സോഷ്യൽ മീഡിയ കണ്ടിടത്തോളം. അല്ലാതെ ഞാൻ അവളെ വീട്ടിൽ പോയിട്ടോ അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു മനുഷ്യന്മാരെക്കുറിച്ച് ശരിക്കും നമുക്ക് പുറത്ത് തന്നെ കണ്ടാൽ മനസ്സിലാക്കാം. ഒരു ലൈവോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പിന്നെ പുറത്തുള്ള ആളുകളുടെ കാര്യത്തിൽ അത്രത്തോളം ഞങ്ങൾ ഇടപെടാറുമില്ല. മറ്റുള്ളവരെ കണ്ടൻ്റ് എടുത്ത് പരമാവധി ഞാൻ പറയുന്നുണ്ട്, സീനാസ് പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനും പരമാവധി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോട്ടയം ജില്ലക്കാരാ, ഇത് ഞാൻ ജില്ല എടുത്ത് പറയുന്നത് എന്തിനെന്നറിയോ, എൻ്റെ മറ്റുള്ള കുറേ സഹോദരന്മാരും സഹോദരിമാരും മക്കളും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എൻ്റെ ലൈവിൽ വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, ഞാനൊരു കോട്ടയം ജില്ലക്കാരനായതുകൊണ്ടാണോ എന്നോട് സ്നേഹമില്ലാത്ത. ലൈവിലൊക്കെ വന്നാൽ വളരെ 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 മര്യാദക്കുള്ള കമൻ്റ് ഇട്ട് എൻ്റെ ഇത്താത്ത, എൻ്റെ സീനുത്താത്ത, എൻ്റെ ഖദീജ ഇത്താത്ത എന്നൊക്കെ പറയുന്ന പകൽ മാന്യനായ നിന്നോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീ വിചാരിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് നീ നിൻ്റേതായ വഴി നോക്കിക്കോളുക. നമ്മളെ വാഗ്ദാനം കൊടുന്ന് തന്ന് നമ്മളെ താറടിക്കുക എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. നിന്നോട് ഞങ്ങൾ ആരും തന്നെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നീ നിൻ്റെ കാര്യം നോക്കി നീ പോവുക, ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നീ ഹാലിമാണെങ്കിലും ഹാലിമിൻ്റെ കുടുംബത്തിലുള്ളതാണെങ്കിലും, നീ ഹാലിമാണെങ്കിൽ നിൻ്റെ കബറിലേക്ക്, ഞാനാണ് ഹാലിമെങ്കിൽ അതെൻ്റെ കവറിലേക്ക്. ഞാൻ പ്രവർത്തിക്കുന്നത് വെച്ചിട്ടാണ് ഹാലിമിൻ്റെ കുടുംബത്തിലുള്ളതാണോ അല്ലാത്ത കുടുംബത്തിലുള്ളതാണോ എന്ന് മറ്റുള്ള മനുഷ്യൻ വിലയിരുത്തുന്നത്. എൻ്റെ സംസാര രീതി വെച്ചിട്ടും എൻ്റെ പെരുമാറ്റം വെച്ചിട്ടാണ്. പക്ഷേ നീ ഹാലിമ് എന്ന് പറഞ്ഞിട്ട് ഈ ഹാലിമിൻ്റെ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ കാക്കൂൻ്റെ അടുത്ത് നീ സംസാരിച്ചപ്പോൾ എൻ്റെ കാക്കൂനും തോന്നിയ സംശയമാണ്, എന്താ നീ ഒരു അരപ്പിരി ലൂസാണോ എന്ന്. അപ്പോൾ ഇത്താത്ത എന്ന് വിളിച്ചിട്ട് ഏണി വെച്ച് കയറ എന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കിക്കോ. ആ ചിന്ത കൊണ്ട് നീ ഇവിടെയും വരണ്ട അവിടെയും പോവണ്ട കേട്ടോ. കോട്ടയം ജില്ലക്കാരാ, ചിന്തിച്ചോളുക. നിൻ്റെ ഒരു വാഗ്ദാനങ്ങളും ഇവിടെ ആവശ്യമില്ല. നീ നിൻ്റെ വഴി നോക്കുക. എൻ്റെ ലൈവിലും നീ നിന്നെ കണ്ടുപോകരുത്, സീനാസിൻ്റെ ലൈവിലും നിന്നെ കണ്ടുപോകരുത്. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നോ, നീ അല്ലാ 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 എന്ന് പറഞ്ഞ ഓരോ വാക്കിനും അള്ളാനെ പിടിച്ചിടുമ്പോൾ ആ ഫസ്റ്റൊക്കെ നിൻ്റെ കമൻറ്റ് കാണുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം ഹാലിമിന് പഠിക്കുന്ന അത് പോരാതെ ഞാൻ ആ മക്കളെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം നിരപരാധികളായ ഒന്നും അറിയില്ലായിരിക്കാം ഈ തന്തപ്പിടി കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നീ എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നീ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇത്താത്ത, എൻ്റെ ഇത്താത്താനോട് സമ്മതം ചോദിച്ച് ഞാൻ ഷോപ്പടച്ചു പോകുന്നു. എൻ്റെ ഇത്താത്ത ഇന്നത്തെ അള്ളാഹു എനിക്കുള്ള ഇഷ്കിനെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നു. എൻ്റെ ഇത്താത്താനോട് ഞാൻ സ്നേഹത്തോടെ സലാം പറയുന്നു. ഇതൊന്നും ഇനി ഇവിടെ ആവശ്യമില്ല. നിൻ്റെ ആ കച്ചവടമല്ലേ, ആ ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം, ആ കച്ചവടം ഇവിടെ നടക്കില്ല. അതുകൊണ്ട്
മോമോൻ്റെ കാര്യം നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനി മേലിൽ ഇവിടെ വന്ന് കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ വേറുള്ളത് കാണാനോ വാച്ചിങ്ങിലിരുന്ന് വേറെ ലെവൽ ഏതായാലും മറ്റോടത്ത് ഇനി നടക്കില്ല, സീനാസ് മീഡിയയിൽ ഇനി നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാൻ സീനാസിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ നിൻ്റെ ഉള്ളിലുള്ള വിഷം അത് എന്നോട് തന്നെ നീ ചീറ്റി. അപ്പം അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കുക കേട്ടോ. സീനാസും ഞാനും എന്താണ്, സീനാസ് ആരാണ് ഞാൻ ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സീനാസിനെ പറ്റി നീ എന്നോട് പറഞ്ഞെന്ന് അങ്ങനത്തവൾ ഇങ്ങനത്തവളെന്ന് പറയാൻ നീ നിൽക്കണ്ട. എനിക്കറിയാം സീനാസ് ആരാണെന്ന്, എനിക്കറിയാം. നിന്നേക്കാൾ മുമ്പേ എനിക്ക് സീനാസിനെ അറിയുന്നതാണ്. അതുകൊണ്ട് സീനാസിൻ്റെ വീട്ടിലിരുന്നോട്ടെ, അവൾ മര്യാദയ്ക്ക് ലൈവ് നടത്തിക്കോട്ടെ. അവൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ അവളെ കുടുംബത്തോടെ ഇരുന്ന് അവൾ ചെയ്തോട്ടെ, കുടുംബത്തോടൊപ്പം ഇരുന്ന് അവൾ ചെയ്തോട്ടെ. അതേമാതിരി ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭർത്താവും ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമഴയൊന്നും ഇവിടെ കൊടുന്ന് ചൊരിഞ്ഞുകൊണ്ട് നീ മുതലെടുപ്പ് നടത്താ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോരല്ലേ കോട്ടയം ജില്ലക്കാരാ കേട്ടോ. നീ തന്നെ നിൻ്റെ ഭാഷ തന്നെയാണ് നിനക്ക് ഞാൻ തിരിച്ചു ഉപയോഗിക്കുന്നത്. ഞാനൊരു കോട്ടയം ജില്ലക്കാരനായതുകൊണ്ടാണോ ഇത്താത്ത എന്നെ അവരങ്ങനെ പറഞ്ഞത്, എന്നെ ഇവരിങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞോന്ന് നീ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ലൈവിൽ വന്നാലും എന്തിൽ വന്നാലും ഞാൻ പറയുന്ന മര്യാദ വിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന എന്തിനാണെന്നറിയാം, നീ ഈ വീഡിയോ കാണും, നീ വാച്ചിങ്ങിലുണ്ട്, എൻ്റെ വീഡിയോസിൽ ശ്രദ്ധിക്കുന്നുണ്ട്, സീനാസിൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കുന്നുണ്ട്. 2 ഇത്താത്തമാരെ എനിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടി. ഇത്താത്തമാരായിട്ട് കരുതുക, ഇത്താത്തമാരായിട്ട് ചിന്തിക്കുക. ഇത്താത്തമാരോട് പറയുമ്പോൾ അത് ഇത്താത്തമാരോട് പറയുന്ന മാതിരി പറയാം. നിൻ്റെ കുടുംബത്തിൽ നീ വീട്ടിൻ്റെ അകത്ത് പോയിരുന്ന് രാത്രി സംസാരിക്കണ മാതിരി ഞങ്ങളടുത്ത് സംസാരിക്കാൻ നീ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇനി വരില്ല, നീ വരില്ല, അത് ഞങ്ങൾക്കറിയാം. കാരണം നിൻ്റെ ആ മൂടുപടം ഉണ്ടല്ലോ, പകൽമാന്യൻ്റെ ആ മൂടുപടം, അത് ഞാനും സീനാസും തമ്മിൽ തന്നെ പൊളിച്ചടുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ എടുക്കാം. അതുകൊണ്ട് ഇനി വീണ്ടും പറയുന്നു, കോട്ടയം ജില്ലക്കാരാ, നിനക്കറിയാലോ ഞാൻ കോട്ടയം ജില്ലക്കാരൻ മൊത്തം പറയല്ല, കോട്ടയം ജില്ലക്കാരാന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിൻ്റെ പേര് ഞാൻ പറയാത്ത എന്താണെന്നറിയോ, നീ വേറെ ഏതെങ്കിലും ലഭിച്ചെന്ന് നമ്മളായിട്ട് ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞ് അപമാനിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് നീ തന്നെ പറയുന്നതാണ് ഞാൻ കോട്ടയം ജില്ലക്കാരൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നിൻ്റെ വാഗ്ദാനങ്ങളുമായിട്ട് ഇവിടെയോ സീനാസ് മീഡിയയിലോ വന്നിട്ട് കാര്യമില്ല. നീ മൂടും തട്ടി വേറെ വല്ലോടുണ്ടോ എന്ന് പോയി നോക്കിക്കോട്ടോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരണ്ട മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവും. എൻ്റെ ലൈവിൽ വരുന്നവരും സീനാസിൻ്റെ ലൈവിൽ പോണവർക്കും ഈ കോട്ടയം ജില്ലക്കാരൻ ആരാന്ന് ശരിക്കറിയാം. അല്ലാത്ത നല്ല മാന്യ മര്യാദയ്ക്ക് സംസാരിക്കുകയും മറ്റേ എൻ്റെ ഇക്കാക്ക് ഫോൺ വിളിക്കുന്നവരും നല്ല മര്യാദക്കുള്ള ഒരുപാട് മക്കൾ എനിക്കുണ്ട്. അതേമാതിരി സഹോദരിമാരുണ്ട്. അപ്പോൾ നിൻ്റെ മാതിരി മുഖം മൂടിയിട്ടിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫസ്റ്റിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നേരിട്ട് കാണുന്നില്ലോ. ഫസ്റ്റിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പോകെ ഞങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്യും, അത് പൊളിച്ചടുക്കുകയും ചെയ്യും. ആ അടുക്കലാണ് ഈ അടുക്കണമെന്ന് വിചാരിച്ചോ കേട്ടോ. ഇനി വരണ്ട കേട്ടോ. ശരി മക്കളെ, അസ്സലാമലൈക്കും. തെറ്റിദ്ധരിക്കേണ്ട. ഓന് വാഗ്ദാനങ്ങളുടെ പെരുമഴ കൊടുന്നിട്ടിട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്, എന്നെയും സീനാസിനെയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും സീനാസും ഫോൺ വിളിക്കും, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലത് ഞങ്ങൾക്ക് വേണ്ട മാതിരി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ആ ആൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ അസ്സലാമലൈക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അള്ളാഹു ആയുസ്സ് തന്നെങ്കിൽ ശരി.